ശബരിമല കേന്ദ്രീകരിച്ച് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അടുത്ത സീസൺ മുതൽ ഒരു ദിവസം 80,000 പേരെ മാത്രമേ ശബരിമലയിൽ പ്രവേശനത്തിന് അനുവദിക്കത്തുള്ളൂ. അത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയും വേണം. ഇത് നടക്കുന്ന ഒരു കാര്യമായിട്ട് മുൻകാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നില്ല. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ശബരിമലയിൽ എത്ര ഭക്തന്മാർ എത്തണം എന്നൊരു ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് നാൾക്ക് നാൾ ഭക്തജനപ്രവാഹം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. അത് കേരളീയരുടെ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തെങ്ങുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഈ മകരവിളക്ക് മണ്ഡലോത്സവ കാലത്ത് ശബരിമലയിൽ വരാനുള്ള ആഗ്രഹമുണ്ട്. അവർ കഴിയുന്നത്ര ആ സീസണിൽ ഇവിടെ വന്നിട്ട് ദർശനം നടത്തി പോകാനാണ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2000-ൽ എത്തിയപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തൊരു സ്ഥലത്ത് വന്ന് ഒന്നിച്ചു കൂടുന്ന സ്ഥലം എന്ന നിലയിൽ ശബരിമലയ്ക്കൊരു പ്രാധാന്യം വന്നു. അതുവരെയും മക്കയായിരുന്നു. മക്കയിലൊരു സീസണിൽ എത്തിക്കൊണ്ടിരുന്നത് ശരാശരി 30 ലക്ഷം ആളുകളായിരുന്നു മക്കയിൽ. ഇത് അതിനേക്കാൾ കടന്നു. കാരണം ഒരു പ്രത്യേക ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം ശബരിമലയായി മാറി. ശബരിമല തീർത്ഥാടനത്തിന് അങ്ങനെ ഒരു ലോകപ്രശസ്തി കൈവന്നു. ഏറ്റവും കൂടുതൽ മനുഷ്യർ ഭക്തരായി വന്ന് ഈ പിന്നെ ആചാരമര്യാദകളൊക്കെ പാലിച്ച് ശരണം വിളികളുമായി മല കയറി പ്രയാസകരമായൊരു ദൂരം താണ്ടി എത്തുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു പ്രാധാന്യം വന്നതോടുകൂടി ശബരിമലയ്ക്കെതിരായിട്ടുള്ള ഇതര മതസ്ഥരുടെ ഇടയിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കുകയും ഈ പ്രാധാന്യം കുറയ്ക്കാൻ എന്താണ് മാർഗം എന്ന് പല നിലയിൽ ആലോചിക്കുകയും ചെയ്തു പലരും. അപ്പോൾ പിന്നീട് വന്ന സീസണിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ തന്നെ ശബരിമല സീസണ് ഇടുക്കി ജില്ലയിൽ ചില കേന്ദ്രങ്ങളിലൊക്കെ ചെറിയ സമരങ്ങൾ, ശബരിമല തീർത്ഥാടകരായിട്ട് വരുന്ന ആന്ധ്രാക്കാരും തമിഴ്നാട്ടുകാരുമാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ കുറച്ചൊക്കെ അത് ശരി തന്നെയാണ്. ആന്ധ്രയിൽ നിന്ന് ധാരാളം പേര് വരുന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് വരുന്നവർ അവിടെ നിൽക്കട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ എങ്ങനെ തടയാം? അതിന് കോയമ്പത്തൂർ റോഡ് തടയുന്ന സമരം വരും. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ സത്യാഗ്രഹം നടത്തും. ആ വഴി തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലെത്താൻ ആവുന്ന വഴിയുണ്ട്. അത്തരം പ്രദേശങ്ങൾ നോക്കിയിട്ട് സമരം സംഘടിപ്പിക്കുന്നു, സ്ഥിര സമരം, സത്യാഗ്രഹം, പ്രകടനം ഒക്കെ നടത്തുന്നു. അതിന് ചില കാരണങ്ങൾ കണ്ടുപിടിക്കും. ശബരിമല സീസൺ നടക്കുന്ന സമയം മഴക്കാലമല്ല, മഞ്ഞുകാലമാണ്. അപ്പോൾ പിന്നെ അപ്പോഴീ പ്രളയമോ മറ്റ് ദുരന്ത സാഹചര്യങ്ങളോ മണ്ണിടിച്ചിലോ ഒന്നും ഇടുക്കി പ്രദേശങ്ങളിലോ വയനാട്ടിലൊന്നും ഇല്ല. പക്ഷേ ആ സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടും. അത് മുല്ലപ്പെരിയാറിൻ്റെ സംരക്ഷണാർത്ഥം തുടർ സത്യാഗ്രഹം ചിന്നക്കനാലിൽ സംഘടിപ്പിക്കും. പിന്നെ പാതിരിമാരും കന്യാസ്ത്രീകളും റോഡിലിറങ്ങി പ്രകടനം നടത്തും. ഇതെല്ലാം ഒരു പ്രത്യേക സീസണിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു 10-41 ദിവസത്തിനുള്ളിൽ ഇതുപോലുള്ള സമരങ്ങൾ നടത്തുക, ഈ തീർത്ഥാടകർക്ക് വരാനുള്ള പ്രയാസങ്ങൾ ഇരട്ടിക്കുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുക, തമിഴ്നാട്ടിൽ നിന്ന് ഭക്തരിവിടെ എത്താതിരിക്കാൻ ഏതൊക്കെ മാർഗമുണ്ടോ അതൊക്കെ ചെയ്യുന്ന ചില തൽപര കക്ഷികൾ പല കാരണങ്ങൾ പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഇതുപോലെ ഹിന്ദു ആരാധനാലയങ്ങൾക്കെതിരെ അടിക്കടി ഓരോ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പൂരം അലങ്കോലപ്പെടുത്താനില്ല, അവസാന നിമിഷം ഈ ചെറിയ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി പോലീസ് ഇടപെടുന്ന, അധികൃതർ ഇടപെടുന്ന തരത്തിലേക്ക് പൂരത്തെ അലങ്കോലപ്പെടുത്തി പൂരത്തിൻ്റെ ആചാരമര്യാദകളെല്ലാം തകർത്ത് കളഞ്ഞു. അത് അവിടുത്തെ ഈ പൂര ആരാധകരായിട്ട് അവിടെ കൂടിയ എത്രായിരം ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കി. അതുപോലെ ശബരിമലയുടെ പ്രാധാന്യം, അത് ഭക്തന്മാർ വന്നുകൂടുന്ന ഈ സ്ഥലത്തിനുണ്ട് ഭാവിയിലെങ്ങാനും ലഭിച്ചേക്കാവുന്ന അഭൂതപൂർവമായ വളർച്ച എങ്ങനെ ഇല്ലാതാക്കാം? ഇത് ശബരിമലയോട് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ വരും.
ഹിന്ദു ആരാധനാലയങ്ങളെ ഘട്ടം ഘട്ടമായി ലഘൂകരിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. ഇതാണ്. അതെ അതെ. അതുപോലെ തന്നെ ശബരിമലയിലെ അയ്യപ്പ സേവാ സംഘം കഴിഞ്ഞ പ്രാവശ്യം അയ്യപ്പ സേവാ സംഘത്തെ നിരോധിച്ചു. ശബരിമലയിലെ സ്ഥിരമായിട്ട് അയ്യപ്പ സേവാ സംഘം വിശ്വഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ അവരുടെ ഒരു സേവനം എന്ന് പറഞ്ഞാൽ ഈ സന്യാസിമാരുടെ സേവനം പോലെ തന്നെയുള്ളൊരു സേവനമാണ്. അവരൊന്നും ഉദ്ദേശിച്ചല്ല. അവിടെ വരുന്നവർക്ക് നല്ല ഭക്ഷണം, നമ്മൾ കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അടുത്ത എപ്പോഴും നമ്മുടെ നാക്കിൽ നിൽക്കും. പയറും കഞ്ഞിയും ഒക്കെ സംവിധാനം. അതുപോലെ അവർ എന്ത് ത്യാഗവും സഹിച്ച് വലിയ വലിയ തലങ്ങൾ ഉദ്യോഗസ്ഥവൃന്ദങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തലങ്ങളിൽ ഇരിക്കുന്ന അവിടെ സേവനം നടത്തിക്കൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പറയുന്നത് ഗവൺമെൻറ് ആണല്ലോ അതിൻ്റെ പുറകിൽ നിയന്ത്രിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്ര ആൾക്കാർ വന്നാലും നിയന്ത്രിക്കാൻ കഴിയുന്ന അവരുടെ ഒരു ചിട്ടയായ ഒരു സമീപനമുണ്ട്. അതുപോലെ തന്നെ അത് അനുസരിച്ച് പോലീസിന് ശരി ഇവർ പരസ്പര പൂരകങ്ങളായിട്ടായിരുന്നു അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതോടുകൂടി അതിന് പകരം വേറെ ചില യുവജന സംഘടനകളൊക്കെ നിയോഗിക്കുക. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അവർ മോശപ്പെടുത്തിയെന്നുള്ളതല്ല, അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് തുളുമ്പായിപ്പോയി. അപ്പം ഈ സാറ് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ എവിടൊക്കെയോ സംഭവിക്കുന്നു. ഇപ്പം നമുക്കത് പെട്ടെന്ന് ഇപ്പോൾ ഈ ഓരോന്ന് വിശദമായിട്ട് പറയുമ്പോഴാണ് അത് നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ വരത്തില്ല. ഇപ്പം തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞു. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലീസ് അവിടുത്തെ കോടതിയുടെ സമീപനം കൊണ്ട് ജനത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. മുൻകാലങ്ങളിൽ അവിടെ ഇതിനേക്കാട്ടപ്പുറം ജനം വന്ന് ഈ പൂരവും കണ്ട് കുടമാറ്റവും കണ്ട് വാദ്യമേളങ്ങളും കണ്ട് കൈയടിച്ച് ഒരു പ്രശ്നവുമില്ലാതെ പോയിക്കൊണ്ടിരുന്നിടത്ത് ഈ കൊല്ലം മാത്രം കോടതി എല്ലാ പ്രാവശ്യവും ജനത്തിൻ്റെ സുരക്ഷിതത്വം ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ കൊല്ലം മാത്രം ഒരു പ്രത്യേക അത് പക്ഷേ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ഇത് മനസ്സിലായി വരും അടുത്ത പ്രാവശ്യം. ഈ പ്രാവശ്യം പൂരത്തിന് പോയി ബുദ്ധിമുട്ട് അടുത്ത പ്രാവശ്യം വരത്തില്ല. അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സമീപനം വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരമായാലും ശബരിമലയായാലും പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇല്ല, ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവൃത്തി ഇതല്ല. ഈ തീർത്ഥാടന വിനോദസഞ്ചാര വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ആരാധനാലയങ്ങളിലേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹത്തെ ഒരു ടൂറിസം പൊട്ടൻഷ്യലായിട്ട് കരുതണം. ഈ തീർത്ഥാടകരെയും കൊണ്ട് അതിർത്തി ഈ കടന്ന് ചെക്ക് പോസ്റ്റുകൾ കടന്ന് എത്ര ആയിരം വാഹനങ്ങൾ വരും. അതിലൂടെ ഓരോ സീറ്റിനും ലഭിക്കുന്ന എൻട്രി ടാക്സ് അത് കേരളത്തിൻ്റെ എക്സ്ചക്കറിൽ വരുന്നതാണ്. അതുപോലെ ഭക്തജനങ്ങൾ ഈ വരുന്നവർ എത്രയോ സ്ഥാപനങ്ങളിൽ താവള അടിക്കുകയും അവിടെ ഭക്ഷണം പാനീയങ്ങൾ സ്വീകരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന വരുമാനം എത്രയാണ്? തീർത്ഥാടകരെ കൊണ്ടുള്ള വരുമാനം അന്യസംസ്ഥാനത്തു നിന്ന് വരുന്നവരെ കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നവരും ഈ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മൊത്തമുള്ള സാമ്പത്തിക വളർച്ചയെ വലിയ അളവിൽ സഹായിക്കുന്നതാണ്. എത്രയോ ജനങ്ങൾക്ക് ആ സമയത്ത് ഈ 41 ദിവസം ഈ റോഡ് സൈഡിനെല്ലാം ചെറിയ ചെറിയ ഭക്ഷണശാലകൾ തുറന്നിട്ട് അവർക്കൊക്കെ വരുമാനം കിട്ടുന്ന കഞ്ഞി വീഴ്ത്ത് കേന്ദ്രങ്ങൾ ഈ അയ്യപ്പസേവാ സംഘം സൗജന്യമായി കൊടുക്കുന്നത് കൂടാതെ ആൾക്കാരതൊരു കൊച്ചു വരുമാന മാർഗമായി കരുതുന്നുണ്ട്. എല്ലാ ജാതിമതസ്ഥരും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തുറന്ന് പിന്നെ അയ്യപ്പൻ്റെ ചിഹ്നങ്ങൾ, മാല, ചെറിയ ചെറിയ ലോക്കറ്റുകൾ അതൊക്കെ വിൽക്കുന്ന ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ മുതൽ വലിയ വലിയ ഹോട്ടലും അക്കോമഡേഷൻ ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്ന ഈ തരത്തിൽ ഇതൊരു ടൂറിസം വരുമാനമായി പ്രോത്സാഹിപ്പിക്കേണ്ട ഗവൺമെൻറ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു വെള്ളാനയെ വെച്ചിട്ട് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു ദുരുദ്ദേശമാണ്, ബുദ്ധിശൂന്യതയുമാണ്. അതെ, ഈ സാറ് പറഞ്ഞതുപോലെ ഈ കേരളത്തിലുടനീളം ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നേട്ടം, അതായത് വെളിയിൽ നിന്ന് ആന്ധ്ര പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അത് നമുക്ക് എന്നാലും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ട്രെയിനിൽ വരുന്ന അത് ആ റെയിൽവേ സ്റ്റേഷനിലുള്ള കച്ചവടം, അതുപോലെ നമ്മൾ പത്തനംതിട്ടയോട് അടുത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വരുമാനം പന്തളത്ത് ഈ അയ്യപ്പന്മാർ വന്നിട്ട് ആ പ്രദേശത്തുള്ള ഈ പറയുന്ന പോലെ
ആ പ്രദേശത്ത് ഈ 40 ദിവസം കൊണ്ട് ആ പ്രദേശത്തുള്ള ചില ആൾക്കാർ ഒരു കൊല്ലത്തെ എല്ലാ സുഭിക്ഷമായിട്ട് കഴിയാനുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡിലും അത് ജാതിമത ഭേദമന്യേ മുസ്ലിം സമുദായത്തിലുള്ളവരാണ് ഈ കച്ചവടം മൊത്തവും ഈ രണ്ട് സൈഡിലും കടകൾ നടത്തുന്നത്. ഈ ഹോട്ടലുകളായാലും അതുപോലെ ഈ സാറി പറഞ്ഞതുപോലെ മാല വയ്ക്കുന്നതും പുഷ്പം വയ്ക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളല്ല. ഞാൻ പറയുന്നത് കൂടുതൽ. അപ്പോൾ ജാതിമത ഭേദമന്യേ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ വായിച്ചപ്പോൾ 10,000 കോടി രൂപയുടെ ബിസിനസ് നമ്മൾ കേൾക്കുന്നത് അമ്പലത്തിൽ 350 കോടി അല്ലെ 200 കോടി വരുമാനം ഇതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത്രയും പൈസയുടെ ട്രാൻസാക്ഷൻ ആ ജില്ലയിൽ തന്നെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വലിയ വരും. KSRTCയുടെ വരുമാനം എത്ര വരും? KSRTCയും ഒരു പരിധിവരെ കുറച്ച് പൈസ ഉണ്ടാക്കുന്ന സമയമാണ് ആ സമയം. അതെ. അപ്പം ഈ വരുമാനം ഒക്കെ ഉണ്ടായിട്ടും ഈ വരുമാനം ഉണ്ടാകുന്നതിന് പ്രത്യേക ചുമ്മാ കിടക്കുന്ന തറ ലേലം ചെയ്ത് കൊടുത്ത് കാശ് മേടിക്കുക, അല്ല പ്രത്യേക സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ഗവൺമെൻറ്റിന് ഇത്രയും വരുമാനം വരുന്ന ഒരു സംവിധാനത്തെ പോലും നിഷ്ഠൂരമായിട്ട് തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ എന്തൊക്കെയോ വരുമാനമോ നേട്ടങ്ങളോ അതിനകത്തുണ്ട്. അല്ല, ഇതിൻ്റെ പിന്നിലുള്ള ദുഷ്ട രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. ഇത് ചുമ്മാ ചെയ്യുന്നതല്ല. ഇതിനെ തകർക്കുന്നതിന് ഒരു ആസൂത്രിത പദ്ധതിയോ പ്ലാനോ ഉണ്ട്. അതിൻ്റെ പിന്നിലൊരു അന്താരാഷ്ട്ര ലോബി പോലും പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കണം. നമുക്കിപ്പോൾ തെളിവില്ല, പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞുകൂടാ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിൻ്റെ എക്കോണമിയെ സഹായിക്കുന്നതാണ്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര വ്യവസായത്തിന് വലിയ ഒരു ഉത്തേജനം നൽകുക, അതിനുള്ള അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുത്ത് കൂടുതൽ ഭക്തന്മാരെ വരാനായിട്ടും ആകർഷിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നതിന് പകരം അത് കുറച്ച് തകർത്തിട്ടിട്ട് ഭക്തന്മാരെ ഇവിടെ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന നടപടിയാണ് ഗവൺമെൻറ്. ഇതൊരു ഗവൺമെൻറ്റിനും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല. അവിടെ ശബരിമലയിലൊരു അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നു. എന്നിട്ട് ആ വിമാനത്തിൽ കയറി കൂടുതൽ പേരും വരേണ്ടത് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. അവിടെ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പിന്നെ ഈ വിമാനത്താവളം എങ്ങനെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കും? പിന്നെ എല്ലാ ഗതാഗത മാർഗങ്ങളിലൂടെയും അവിടെ വരണം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? ഓരോ ക്ഷേത്രത്തിനും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പോരെ. ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലമിഴുങ്ങുകളാണ്. അതിൻ്റെ തലപ്പത്ത് വരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധികളായി ഭരിക്കാൻ വരുന്ന അമ്പലമിഴുങ്ങുകളാണെന്നാണ് നാട്ടുകാരവരെ വിളിക്കുന്നത്. കാരണം ഇതൊരു ചൂഷണ സ്ഥാപനമാണ്. ഇതിവിടെ ഉണ്ടാക്കിയത് കൊളോണിയൽ ഭരണകാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 210 വർഷം മുമ്പ് കേണൽ ജോൺ മൺറോയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത്. ഒരു ദേവസ്വം കമ്മീഷണറെ നിയമിച്ചതൊക്കെ അദ്ദേഹമാണ്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി മുഴുവൻ ഏറ്റെടുത്ത് ഗവൺമെൻറ് ഉടമയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്ത ഒരു നടപടിയാണ്. സ്കോട്ടിഷുകാരനായ ഒരു കൊളോണിയൽ ഭരണാധികാരിയുടെ തലയിൽ ഉദിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അത് കാലാകാലങ്ങളിൽ ചില നിയമപരിഷ്കാരങ്ങളിലൂടെ ഇന്നും നിലനിൽക്കുകയാണ്. ഈ സാധനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. അന്ന് ഓരോരോ കഴകത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും കയ്യിലായിരുന്ന ക്ഷേത്രങ്ങളുടെ കയ്യിലായിരുന്നല്ലോ 200 വർഷം മുമ്പ് കേരളത്തിലെ ഭൂമി മുഴുവൻ. കാരണം ഭൂമിയുടെ അവകാശികൾ ബ്രഹ്മസ്വം ദേവസ്വം ആണ്. രാജാവിന് ഭൂമിയൊന്നുമില്ല. ഭൂമിക്ക് വ്യക്തികൾക്കും ഭൂമി സ്വന്തമാക്കാൻ പറ്റില്ലായിരുന്നു തിരുവിതാംകൂറിൽ. ഭൂമിയുടെ അവകാശം മുഴുവൻ ക്ഷേത്രങ്ങൾക്കാണ്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ദേവസ്വം, ബ്രാഹ്മണർക്കും ദേവസ്വത്തിനും മാത്രമേ ഭൂമിയുള്ളൂ. ദേവസ്വത്തിൻ്റെ ഭൂമിയും കൺട്രോൾ ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. കാരണം ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഭരണവും എല്ലാം അവരുടെ കയ്യിലായിരുന്നു. ഇത് ഗവൺമെൻറ്റിൻ്റെ ഉടമയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഭൂമി ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതിന് കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന ആൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രസിഡൻറ്റും ദിവാനുമായിരുന്നു. ഒരേ സമയം ദിവാനായിരുന്ന ആദ്യത്തെ വിദേശി അദ്ദേഹമാണ്. ഈ ജോൺ മൺറോയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ഭൂമി ഗവൺമെൻറ് ഉടമയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് മതം മാറി വരുന്ന ആളുകൾക്കും പള്ളികൾക്കും ഈ ഭൂമി കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി വളർത്തിയത്. ഇത് ക്രിസ്ത്യാനിറ്റി വളർത്താൻ തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ്. അപ്പം ഈ സാറി പറയാം, എനിക്ക് ഇത്രയും ദീർഘമായ അറിവില്ല. അപ്പം അറിവനുസരിച്ചാണെങ്കിൽ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള കാര്യം വ്യക്തമായി. അപ്പം ഇപ്പം നിൽക്കുന്ന ദേവസ്വം ബോർഡും
ഇതേ തത്വത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യ ഭരണം വന്നിട്ട് ഇതിന് വലിയ മാറ്റം വന്നില്ല. അപ്പം ജനങ്ങൾ വിചാരിക്കാൻ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുടെ ഒരു ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അല്ലെങ്കിൽ മോശം സംഭവിക്കുകയാണെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമൊക്കെയാണ് ധരിച്ചിരിക്കുന്ന ഈ ദേവസ്വം ബോർഡ് അതുണ്ടാക്കിയ കാലത്തുണ്ടായിരുന്ന ആശയം അല്ലെങ്കിൽ ആ ആവശ്യമാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശബരിമല തർക്കാൻ വേണ്ടിയുള്ള തീരുമാനം ദേവസ്വം ബോർഡ് തീരുമാനമാണല്ലോ. അത് ഗവൺമെൻറ് തീരുമാനമാണെങ്കിലും പുറത്തറിയുന്ന ദേവസ്വം ബോർഡ് തീരുമാനം. ഇത്രയും കോടി രൂപ വരുമാനം ഉണ്ടായിട്ടും ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൻ്റെ ടാക്സിൻ്റെ ഒക്കെ വിഷയം അതെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ അല്ല ഗവൺമെൻറ്റിൻ്റെ യാതൊരു സ്ട്രെയിനും എടുക്കാതെ വരുന്ന ഒരു വരുമാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും അതിന് സുയസാർ പറഞ്ഞ പോലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ചില വ്യക്തികൾ അല്ലെങ്കിൽ മനഃപൂർവ്വമാണ് ചില വ്യക്തികൾക്ക് കിട്ടുന്ന കോടാനുകോടി രൂപയുടെ വരുമാനം കൊണ്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണ്. അത് നമ്മൾ ഈ ചില സമരങ്ങളുണ്ട്, ഇപ്പോൾ വിമാനത്താവള സമരങ്ങൾ. ആറന്മുള വിമാനത്താവളം വരാൻ സമയത്ത് ആ സമരത്തിന് ഫണ്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പുകാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഫണ്ടർമാരുണ്ട്. അതുപോലെ ഇതിനും ഫണ്ടർമാർ കാണും. നാളെ കാലത്തെ അമ്പലങ്ങൾ ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇത് വളരെ നിർദോഷമായ തീരുമാനമൊന്നുമല്ല. ഇതിൽ സന്നദ്ധ സംഘടനയായ അയ്യപ്പസേവാ സംഘത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് പോലും ദുരുദ്ദേശത്തോടെയാണ്. ഇല്ലെങ്കിൽ സന്നദ്ധ സേവകന്മാരെ ആൾക്കൂട്ടം വന്ന് പെരുമാറുന്ന സ്ഥലത്ത് സമാധാനപൂർവ്വം ഒരു ലാഭേച്ഛയും കൂടാതെ ജോലി ചെയ്യാൻ സന്നദ്ധരാകുന്നവരെ മാറ്റണം, നിരോധിക്കണം, വിലക്കണം എന്നൊക്കെ പറയുന്നു. അതെ. മാത്രമല്ല ഇവർക്ക് 100 കൊല്ലത്തേക്ക് പഴക്കമുള്ളവർ ഈ സേവാസംഘത്തിന് വളരെ പഴക്കമുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട ലോകം അംഗീകരിക്കപ്പെട്ട ഒരു സന്നദ്ധ സംഘടന. അപ്പോൾ അതിനെ മാറ്റിയത് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇത് സങ്കുചിത രാഷ്ട്രീയവും ദുരുദ്ദേശമാണ്. ഇത് എല്ലാ ശക്തിയും ഉപയോഗിച്ച് തടയേണ്ടതാണ്. അത് ഹിന്ദുക്കൾ തിരിച്ചറിയേണ്ടതാണ്. അത് നിസ്സാരമായിട്ട് കാണാതെ അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ് ശബരിമലയും ബാക്കി ഈ കേരളത്തിലും ഇന്ത്യയിലും ഉടനീളമുള്ള അമ്പലങ്ങളെയും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവും. അതുപോലെ ഈ ദേവസ്വം ബോർഡിൻ്റെ പിന്നിലെ ഈ വൈദേശിക താല്പര്യങ്ങളും ഇതിൻ്റെ വൈദേശികമായ ചരിത്രവും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.